ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബനാന ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ബനാനകൾ അരിഞ്ഞു വെക്കുക. ഇങ്ങനെ അരിയണം. എന്നിട്ടൊരു പ്ലേറ്റിലാക്കിയിട്ട്, നല്ല മണമുണ്ട് ഗൈസ്. ബനാന ഐസ്ക്രീമിൻ്റെ റെസിപ്പിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഈ ബനാന ഐസ്ക്രീമിൻ്റെ റെസിപ്പി എങ്ങനെ കിട്ടിയെന്നും അതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിച്ചെന്നും ഒക്കെ കഥയൊക്കെ പുറകെ വരുന്നുണ്ട്. പല പല പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഐസ്ക്രീം അതിനകത്തോട്ട് വെക്കാം. ഇത് പാലാണ്. പാല് എന്തായാലും തണുപ്പിക്കാൻ വെക്കണം. അതിന് മുമ്പ് പാല് തണുപ്പിക്കാൻ വെച്ചിട്ട് ബനാന എടുത്ത് അതിനകത്തോട്ട് വെക്കണം. എന്നിട്ട് ഇതൊരു 2-3 മണിക്കൂർ തണുപ്പിക്കാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി സംഭവം ചെയ്യാം. ഈ സമയം കൊണ്ട് ഒരു മിക്സി റെഡിയാക്കി വെച്ചാണ് കേട്ടോ. ഇനി അടുത്ത പാട്ടിൽ കാണാം. ബൈ.